ഹായ് ഗൈസ്, അൺപ്ലഗ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഉത്തര മലബാറിലെ തന്നെ വസ്ത്രവ്യാപാര രംഗത്ത് ഒരു വിസ്മയം തീർത്ത 75 കൊല്ലത്തെ പാരമ്പര്യമുള്ള മുബാറക് ഗ്രൂപ്പിൻ്റെ എല്ലാമായ എം അബൂബക്കർ മുബാറക്കിൻ്റെ കൂടെയാണ് ഞാൻ ഇന്നുള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എം അബൂബക്കർ മുബാറക്, അതായത് മുബാറക്കിൻ്റെ ഇന്നത്തെ ജനറേഷനിലുള്ള അല്ലെങ്കിൽ മുമ്പത്തെ തുടക്കം തൊട്ട് കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററി ഈ മനസ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ മുബാറക്ക് എന്ന് പറയുമ്പോൾ വസ്ത്രവ്യാപാര രംഗത്ത് നമ്മുടെ കാസർഗോട്ടുകാർക്ക് ഇപ്പോൾ കാഞ്ഞങ്ങാടും അതേപോലെ തന്നെ ഏറ്റവും പെട്ടെന്നൊരു ഡ്രസ്, ഒരു ഫാഷൻ കൺസെപ്റ്റ് കാസർഗോട്ടേക്ക് കൊണ്ടുവന്നത് മുബാറക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു സാറേ ആ മുബാറക്കിൻ്റെ തുടക്ക കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എൻ്റെ ഉപ്പയാണ് എൻ്റെ തുടക്കം. ഉപ്പയാണ് തുടക്കം. ഉപ്പ എന്ന് പറയുമ്പോൾ ഉപ്പൻ്റെ ഉപ്പ ഞാനും കൂടെ അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയും. അപ്പോൾ ആലമ്പാടിയിൽ ചെറിയൊരു ഷോപ്പിട്ട്, ആലമ്പാടിയിൽ ഒരു റേഷൻ കടയും ഇട്ട്, അതിൽ റേഷൻ കട എൻ്റെ ഒരു അളയപ്പാക്കും തുണിക്കട എൻ്റെ ഉപ്പാവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് കാസർഗോഡ് 1950 നിലവിൽ വന്നു, ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട്. അന്ന് ആലമ്പാടിയിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ മുബാറക്ക് എന്നുള്ള ഷോപ്പ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം തന്നെ ആയിരുന്നു? അല്ല, അത് ഉപ്പ ഒരു ചെറിയൊരു തുണിക്കട വന്നിട്ടില്ല തുടങ്ങി. ഉപ്പാക്കൊരു ആ തുണിക്കടയോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു. മീൻസ് ഉപ്പ ആ സമയത്ത് ഈ അമ്പല ഉറൂസ് ഈ ടെമ്പിളെല്ലാം ഉത്സവമെല്ലാം ഉണ്ട്, നമ്മൾക്ക് കെട്ടായിട്ട് ഉപ്പ കൊണ്ടുപോയി ആടെ ബിസിനസ് നടത്തുമായിരുന്നു. അതായത് നമ്മൾ ഈ തെരുവ് ചന്തകളിൽ കൊണ്ടുപോയി അന്നേ ആ ഒരു പാഷനും ആൾക്ക് ബിസിനസ്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ അതൊരു ഷോപ്പ്, ചെറിയൊരു ഷോപ്പാക്കി കൊടുത്ത് അത് ഉപ്പ നട്ട് കാസർഗോഡ് ടൗണിലേക്ക് പിന്നെ മാറി. അതായത് അന്ന് ആലമ്പാടിയിൽ അത്രയും ജനങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ഷോപ്പ് തുടങ്ങാനും മാത്രം കപ്പാസിറ്റി ഉള്ള വന്നെടുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ഉപ്പക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഒരു ഷോപ്പ് വേണമല്ലോ, ഒരു അനാദിപീഡിയ, ഒരു അഡ്രസ് കുറച്ചൊരു ഇത് അനാദിപീഡിയും അതും ഇതെല്ലാം ഒന്ന് ജോയിൻ ആയിട്ട് ഒരു ഷോപ്പ്, അത്രേ ഉള്ളൂ. അപ്പൊ അന്ന് പിന്നെ ടൗണിൽ, അതായത് ഇന്ന് കാണുന്ന പഴയ ബസ് സ്റ്റാൻഡ് അതായിരുന്നോ നിങ്ങൾ ആദ്യത്തെ? അല്ല, ഇതിനു മുമ്പ് ബദ്രിയ ഹോട്ടൽ കാണല്ലോ, അതിന്റെ കുറച്ച് മുമ്പിലായിട്ട് മുബാറക്ക് പേരിൽ ഞങ്ങൾ തുടങ്ങി സ്റ്റാർട്ട്. അവിടുന്ന് മുബാറക്ക് ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബ്രാൻഡ് മുബാറക്ക് 1950 അവിടുന്ന് സ്റ്റാർട്ടായി. 1961 അത് കുറച്ച് വിപുലീകരിച്ച് മുബാറക്ക് ക്ലോത്ത് സ്റ്റോർസ് ആക്കി. അതായത് ഏകദേശം ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് നിങ്ങൾക്കും കൂടി മനസ്സിലായി. ഈ ഒരു മനസ്സിലായി അല്ലേ, ഈ ഒരു ചാൻസ് പോരാ, കുറച്ചും കൂടി സ്പേസ് വേണം മനസ്സിലായത് കൊണ്ട് 1961 തോന്നുന്നുണ്ട് ഏകദേശം, അത് ഉപ്പാന്റെ കണക്ക് ഉപ്പ അതെല്ലാം പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്. 61 മുബാറക് ക്ലോത്ത് സ്റ്റോർസ് എന്ന പേരിൽ ചെയ്തു. പിന്നെ അതും വിപുലീകരിച്ച് 1966 കുറച്ചും കൂടി വലുതാക്കി മുബാറക് ക്ലോത്ത് സ്റ്റോർ എൻ്റെ അളയപ്പാനെയും കൂട്ടിയിട്ട് ഉപ്പ അത് കുറച്ചും കൂടി വിപുലീകരിച്ചു. അതായത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തു സംഭവം. പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്നത് ഏത് വർഷത്തിലായിരുന്നു? പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്നത് മുബാറക് കല്യാൺ സിൽക്സ് എന്നതിൽ 2002 ഫെബ്രുവരിയിൽ പുതിയൊരു ഇന്നോവേഷനുമായിട്ടാണ് അന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മുബാറക്ക് വരുന്നത്. അപ്പൊ എന്നാലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും കാസർഗോട്ടെ ഒരു ബ്രാൻഡോ ഷോപ്പുകൾ ഉണ്ടായിരുന്നു? അത്യാവശ്യം കുറച്ച് ഷോപ്പല്ലേ ഉണ്ടാവുള്ളൂ, കാസർഗോഡ് അത്ര വലിയൊരു ടൗൺ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു 2003 പുതിയ സ്റ്റാൻഡിൽ ഞങ്ങൾ വരുമ്പോഴേക്ക് ഇന്നില്ലേ ഒരു 6 മണി നമ്മൾ പുതിയ സ്റ്റാൻഡെല്ലാം ക്ലോസ്, ബസ്സും കൂടി അതിൻ്റെ അകത്തേക്ക് കയറാത്തൊരവസ്ഥ. ആ സമയത്താണ് ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ തുടങ്ങിയത് അല്ലേ. അതൊരു ചാലഞ്ചും കൂടി. ആ സമയത്ത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഗൾഫിലായിരുന്നു കുറച്ച്. അപ്പോൾ എൻ്റെ ഫോൺ ചെയ്ത് പറഞ്ഞ് പുതിയ സ്റ്റാൻഡിൽ നമുക്ക് തുടങ്ങാം, നീ നാട്ടിൽ വരുവാണെങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ യെസ് പറഞ്ഞ് ഒരു ഷോപ്പ് കട ഞങ്ങൾ ഒരു അഡ്വാൻസ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവാസി കൂടിയാണ് നിങ്ങൾ അല്ലേ? ആ ഒരു പ്രവാസി പിന്നീട് കാസർഗോഡ് അറിയപ്പെടുന്ന ഒരു
വ്യാവസായിക രംഗത്തേക്ക് ഇറങ്ങി. എല്ലാം ഇച്ചാന്റെ എൻ്റെ ഒരു call അത് ഉപ്പാവാണ്, എൻ്റെ ബ്രദറാണ്. എൻ്റെ എല്ലാ ഇതിൻ്റെ ചുക്കാനും ഈ ഒരു ഷോപ്പ് ഉണ്ടാക്കിയതും ഇതാക്കിയതും എല്ലാം എൻ്റെ ബ്രദറാണ്, ഇച്ചയാണ്. അല്ലേ? ഇപ്പോൾ ഞാനും ഇച്ച എൻ്റെ ഏട്ടൻ്റെ മക്കളുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഫാമിലി ബിസിനസ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളെല്ലാം ഒരു എനർജി അല്ലെങ്കിൽ ഒരു ബലം എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ട്രെങ്ത് തന്നെയാണ് മുബാറക്, ടീം മുബാറക് അല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫോൺ കോൾ, ആ ഒരു ഫോൺ കോൾ തന്നെ ഒരു പക്ഷേ കാസർഗോട്ടെ തന്നെ ഫാഷൻ ലോകത്തെ തന്നെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ഏതൊരാൾക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടിന് ഒരാളുണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു ലോകം തന്നെ സൃഷ്ടിക്കാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ? അപ്പോൾ ഇച്ച എന്ന് പറയുമ്പോൾ വാപ്പാൻ്റെ മൂത്തമാൻ, അതായത് മുബാറക് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ ഒരു അകാലമായ ഒരു വിയോഗം, ഒരു വൻ നഷ്ടം തന്നെ. അതായത് കുടുംബത്തിലും ഇത് ഞങ്ങൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞ ഉടനെ, ഒരു വർഷം ആയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, 2003 ഒരു വർഷം കഴിഞ്ഞു, 2003 ജൂൺ 29 ഒരു ആക്സിഡന്റ് ആയിട്ട് ബദിയെടുക്കുക ആക്സിഡന്റ് ആയിട്ട് ഒരു ബസ് അപകടം. നല്ലൊരു ടാർജറ്റ് ആണ് ഞങ്ങൾക്ക് വന്നത്. അതിൽ നല്ല ഞങ്ങളെ ഫാമിലി മൊത്തം ഞങ്ങൾ അപ്സെറ്റാക്കി വരും. ഒരു 2 മാസം 3 മാസമൊക്കെ ആയിന് ഞങ്ങൾ അതിന് റിക്കവറി ആവണമെന്ന് ഒരു ഇതായിപ്പോയി. അതിലൊന്ന് ബിസിനസ്സിലും കുറച്ച് ഞങ്ങൾ ഡൗൺ ആയിപ്പോയി. അതായത് ആർക്കും സംഭവിക്കാം. എന്നാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു നെടുന്തൂൺ അല്ലെങ്കിൽ അടുത്തതെന്ത് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എടുക്കണം, അതായത് കുടുംബത്തിലെ തീരുമാനങ്ങൾ, ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റു പർച്ചേസിങ്, സെയിൽ, ബാക്കി ഒക്കെ കൂടെ ഒരാളിലൂടെ ഒരു പക്ഷേ നടന്നിരുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരാൾ ഈ അപകടം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പരീക്ഷണമാണ്. എന്നിരുന്നാലും ആ ഒരു നഷ്ടം അത് വിധിയാണ്. പക്ഷെ എന്നിരുന്നാലും അവിടുന്ന് തിരിച്ചു വരാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇപ്പോൾ അബ്ദുള്ള സാഹിബിന്റെ മക്കള് കൂടെ, ആ സമയത്ത് മക്കളെല്ലാം പഠിക്കായിരുന്നു, എല്ലാവരും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുക, ചെറിയ മോന് ആരെങ്കിലും പഠിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അൽഹംദുലില്ലാ അവരെല്ലാം നല്ല ട്രാക്കിൽ കയറി, എല്ലാവരും നല്ല ബിസിനസ്സിലോട്ട് വന്നതല്ലേ. ഞങ്ങൾ ഇപ്പോൾ 2-3 ഫേമിൽ ഹോൾസെയിൽ ഉണ്ട് ഞങ്ങൾക്ക് നെറ്റ്. അത് കുന്താപ്പുറം മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. സാപ്പി എന്ന് പറയുന്നൊരു ബ്രാൻഡ്, സാപ്പി എന്ന് പറയുന്ന മുബാറക്കിന്റെ ബ്രാൻഡ് അല്ലേ? സാപ്പി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ശരിക്കും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എക്സ്പോർട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. മുബാറക് ട്രേഡിംഗ് എക്സ്പോർട്ട് ഞാൻ അത് ചെയ്തിരുന്നു. സൗദി ആൻഡ് ദുബായ് എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവൻ്റെ ഈ മരണശേഷം എനിക്കത് കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പേയ്മെൻറ്റും കാര്യമെല്ലാം നമ്മൾക്ക് മൊത്തത്തിൽ അത് ഇപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് എത്രമാത്രം ഭീകരമായിരുന്നു ഒരു പക്ഷെ അന്നത്തെ ഒരു മൊമെന്റ് എന്നുള്ളത് ഓർത്തെടുക്കാൻ പോലും അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നിങ്ങൾ കണ്ടത് ഒരു പക്ഷെ അബ്ദുള്ള സാഹിബിലൂടെയാണ് ലോകം ബിസിനസ് കാണുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം, ഇത്രയും വലിയൊരു സ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരു ലോകം തന്നെ കൊണ്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. എന്നിരുന്നാലും അബു സാർ അത് വളരെ മനോഹരമായി, അതിനെ വളരെ തന്ത്രപരമായി, ആരോഗ്യകരമായി എല്ലാം കൊണ്ടുപോകാൻ സാധിച്ചു. അത് തന്നെയാണ് ഇന്നത്തെ ജനറേഷന് അറിയേണ്ടത്. അതായത് ബുദ്ധിമുട്ടുകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഒളിച്ചോടി പോകുന്ന പുതിയ തലമുറയുണ്ട്. അവർക്ക് ഓടേണ്ട മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അബു സാറിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജനറേഷനെ വെറും ഒരു നമുക്ക് വാക്കിലൂടെ ഒതുക്കാൻ പറ്റുന്ന അനുഭവത്തിലൂടെ തെളിയിച്ച ആളുകൂടിയാണ്. ഞാനൊരു പ്രാവശ്യം തിരുപ്പൂർ ഒരു ഡ്രസ്സ് കാര്യങ്ങളായിട്ട് പോയപ്പോൾ, മെൻസ് വെയറിൻ്റെ കാര്യത്തിന് വേണ്ടി പോയപ്പോൾ 2-3 തമിഴ് കുട്ടികളെ കണ്ട്. അതായത് അവർക്ക് ഫാക്ടറി ഉണ്ട്, യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ കാസർഗോഡാണ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വാ തോരാതെ സംസാരിക്കുന്ന 2 കമ്പനി ഓണേഴ്സ് ഉണ്ടായിരുന്നു. അബു അങ്കിൾ എന്ന് പറയുമ്പോൾ ആ ഒരു അവർക്ക് എന്തെന്നറിയാത്ത അല്ലെങ്കിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത അത്രയ്ക്കും ഇഷ്ടമാണ് അബു സാറിന്. അങ്ങനെ തന്നെയാണോ മൊത്തത്തിൽ എല്ലാവരുമായിട്ടൊരു മിങ്കിളിങ്ങും ഒരു ബന്ധവും? ഞാനിപ്പോൾ ആരായിട്ടും ഞാൻ ഒരു ദേഷ്യപ്പെടലോ ഇതാക്കലോ ഒന്നുമില്ല. എനിക്ക് ആരായിട്ടും സംസാരിക്കും, ഞാൻ ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. കൂളാണെന്ന് പറയുമ്പോൾ അത്രയ്ക്കും കൂള്, ചിരിച്ച് സംസാരിക്കും, ബ്രില്യൻ്റ് ആണ്. അത്രയും നല്ല പെർഫെക്റ്റ് ബിസിനസ്സുകാരൻ കൂടിയാണ് അബു സാർ. ഞാൻ വരുമ്പോൾ നിങ്ങളെ കൊച്ചുമോനെ കണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് മുഹമ്മദ് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കോവിഡിൻ്റെ സമയത്ത് അബു അങ്കിള്. അപ്പോൾ ഞാൻ അറിയുന്ന അബു അങ്കിൾ എന്ന് പറയുമ്പോൾ ബിസിനസ് മാഗ്നറ്റ് ടൈക്കോണായിട്ട് നിൽക്കുന്ന ഒരു അബു അങ്കിളാണ്.
അപ്പോൾ അബു സാറ് ഞങ്ങൾക്ക് കോമ്പൗണ്ടിനകത്ത് കോർട്ടെല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പുറത്ത് പോയി കളിക്കരുത്, ഞാനും വേണം കളിക്കാൻ കൂടാൻ, കൊറോണ ടൈമാണ് പുറത്ത്. അപ്പോൾ ഞാൻ തിങ്ക് ചെയ്തു, അതായത് പിള്ളേരൊന്നിച്ച് കളിക്കാറുണ്ട്, കളിക്കാൻ കൂടി കിട്ടാറുണ്ട്, എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമായി നല്ല ഹൈറ്റും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എവിടെയും കാണാറുണ്ട് അബു സാറിന്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു സാർ, ഈ ഒരു ടൈം പീരീഡ്, ടൈം ഷെഡ്യൂൾ, ഫാമിലി, ബിസിനസ് ഒക്കെ, ആ ഒരു ടൈം മാനേജ്മെൻറ്റ്? അത് വെച്ചാൽ നമ്മൾ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തും സാധിക്കും അല്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. മെയിൻ അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്ത് നമ്മളെ ഭാഗത്ത് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായിട്ടും അത് വലിയൊരു പാഠമാണ് അല്ലേ. അത് അംഗീകരിച്ചില്ല പിന്നെയും അതിനെ അതിനെ ആവർത്തിച്ച് പോകുന്നുണ്ടെങ്കിൽ വരുമ്പോ ഒരു കള്ളം മറക്കാൻ 100 കള്ളങ്ങൾ വീണ്ടും വീണ്ടും പറയണ്ടേ. നമുക്കൊന്നും മറിക്കാനൊന്നും ഇല്ല, പെർഫെക്റ്റ് ആണ്, ഏടും തലയുർത്തി നമുക്ക് നിൽക്കാൻ. അത് തന്നെയാണ് മുബാറക് അബു സാഹിബിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ബാപ്പ എനിക്ക്. അതെ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഞാൻ കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് പത്രങ്ങൾ വായിച്ച ഒരു ഓർമ്മയുണ്ട്. അതായത് ഉമ്മ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, വാപ്പയും മോനും ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അന്നത്തെ ഈ ബിസിനസ്, ഫാമിലി, അതിൻ്റെ ഒന്നിച്ച് തന്നെ രാഷ്ട്രീയം കൂടി കൈകാര്യം ചെയ്തു കൊണ്ടുപോയിരുന്നത്? അത് ചെറിയൊരു ഇതാണ്, രാഷ്ട്രീയം എനിക്കൊരു വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നില്ല ആ സമയത്തൊന്നും. എന്നാലും ഒരു പക്ഷേ നിങ്ങളെ പ്രവർത്തകർ അല്ലെങ്കിൽ ആലമ്പാടിയിലെ അത് വേണമെന്നുള്ള ഒരു ആൾക്കാർ നിർബന്ധിച്ചിട്ട് നമ്മളത് ചെയ്തത് കൊണ്ട് ഞാൻ അതിൽ കുറച്ച് ഇടപെട്ട് അന്ന് ആ ഒരു സാഹചര്യത്തിൽ. പിന്നെ അന്ന് എൻ്റെ ബ്രദർ അബ്ദുല്ല മരിച്ച ആ സമയം അത് കഴിഞ്ഞതിലൂടെയാണ് ഇലക്ഷൻ നിന്നത്. എൻ്റെ ഉപ്പാക്ക് രാഷ്ട്രീയത്തിൽ പോകണം അന്ന്. ചില ഉപ്പ കുറച്ച് ഏജ് ചെയ്യുമ്പോൾ ഏട്ടൻ മരിച്ചതിന് ശേഷം ഉപ്പാക്ക് രാഷ്ട്രീയത്തിൽ കയറണം. രാഷ്ട്രീയത്തിൽ അപ്പം ഞാൻ ഇവിടെ നിന്നെങ്കിലും ഉപ്പാക്ക് സീറ്റ് കിട്ടും എന്നുള്ള ഒരു ധാരണ വന്നു അവർക്ക്. അതെ അല്ലേ. അതുകൊണ്ട് അങ്ങനെ. എന്നാലും ആള് മുബാറക് മുഹമ്മദ് മുബാറക് ഹാജി സാഹിബ് എന്ന് പറയുന്ന ആള് ജില്ലാ വൈസ് പ്രസിഡന്റ് കാലങ്ങളോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ KFCന്റെ ഒരു രൂപം പോലെ ഒരു വെളുത്ത തോർത്തും തൂവെള്ള വസ്ത്രവും നല്ല അടിപൊളി വെളുത്ത താടിയും മുടിയും അല്ലേ, കൂളായിട്ട് ആ സലാം പറഞ്ഞ് കയറി വരുന്ന ആ ഒരു മെത്തേഡ് വാപ്പാക്ക് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഫോളോ ചെയ്യുന്നു, അതിനെ എങ്ങനെ നോക്കി കാണുന്നു അബു സാറ് ഇപ്പോൾ? അതാണ് ഞങ്ങളെല്ലാം ജീവിത ശൈലി, ബാപ്പാൻ്റെ പിൻഗാമിയായിട്ട് പോകുന്നത്. അതാണ് അതേപോലെ ബാപ്പാൻ്റെ സ്റ്റൈല്. വാപ്പ തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പിന്തുടർന്ന് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് പോകുന്നു. അപ്പൊ പുതിയൊരു ഒന്നും ഉണ്ടാക്കേണ്ട അവസ്ഥയില്ല. വാപ്പ കാണിച്ചു തന്ന അല്ലെങ്കിൽ വെട്ടിത്തെളിച്ച് തന്ന പാതയിലൂടെ സഞ്ചരിക്കുക, അത് തന്നെയാണ് പെർഫെക്റ്റ്. അതല്ലേ ഒരു നെക്സ്റ്റ് ഒരു ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറയുന്നത് മുഹമ്മദ് മുബാറക് ഹാജി സാഹിബിന്റെ ജീവിതം തന്നെയാണ് അല്ലേ. അപ്പോൾ ആലമ്പാടി ഒരു യത്തീംഖാന കൂടി ഉണ്ടല്ലോ. ഒരുപാട് പേർക്ക് യത്തീംഖാന എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നിർധനരായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ ജീവിതങ്ങൾക്കൊരു വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനം കൂടിയാണ്. അതിൻ്റെ യത്തീംഖാനയുടെ ഒരു പ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? യത്തീംഖാന സ്ഥാപകനായിട്ടാണ് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നത്. ആ തുടങ്ങുന്ന സമയത്ത് ഉപ്പാവും ആലമ്പാടിയിലെ കുറച്ച് ആൾക്കാരും കൂടിയിട്ടാണിത് തുടങ്ങി വെച്ചത്. ഇപ്പോൾ അൽഹംദുലില്ലാ അത് ആ കമ്മിറ്റിയിൽ ഞാനും കയറിയിട്ടുണ്ട്. എൻ്റെ കാക്കയാണ് എൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ, എന്നെ അബൂബക്കർ ഹാജി. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുണ്ട് ആലമ്പാടി ജമാഅത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതായത് നമ്മുടെ ഉത്തര കേരളത്തിലെ തന്നെ ബെസ്റ്റ് ഒരു വെൽ നോൺ ബിസിനസ് ഫാമിലി എന്നും കൂടി പറയാം. അതായത് എല്ലാ ബിസിനസ് മേഖലയിലുള്ള എല്ലാവരും നിങ്ങളെ ഫാമിലിയുടെ ഒന്നല്ലെങ്കിൽ ഒരു മെമ്പേഴ്സും കൂടിയാണ്. ആ ഒരു ബന്ധങ്ങൾ, പുതിയൊരു മാറ്റങ്ങൾ ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങൾ പൊതുവെ ഒരു കോമൺ ഫാമിലി മീറ്റിലേക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? എല്ലാവരും ഡിഫറെൻറ്റ് മേഖലയാണ്, എന്നാലും ബിസിനസ്സിൽ വരുന്ന ഇന്നോവേഷൻസ്, പുതിയ മാറ്റങ്ങൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ലി ടോക്കൊക്കെ വരാറുണ്ടോ എല്ലാവരും കൂടും? തീർച്ചയായിട്ടുണ്ട്, ഫ്രണ്ട്ലി ടോക്ക് വരാറുണ്ട്. പിന്നെ ഞാൻ അധികം കൂടുതലായിട്ട് ഇടപെടാറില്ല. എൻ്റെ മക്കളാണല്ലോ, ഏട്ടൻ്റെ അബ്ദുല്ലാൻ്റെ മക്കളും എൻ്റെ ഒരു മോനും എല്ലാം ജോയിൻ ആയിട്ട് അവർ 4 പേര് കൂടി നല്ല ഇതിൽ ചെയ്തു പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ അബു സാറ് നാലാമത്തെ തലമുറയിലേക്ക് കൈമാറി, വളരെ സേഫ് ആയിട്ട് 4ാമത്തെ തലമുറയിലേക്ക് കൈമാറി
എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ അത് അബു സാർ പറയുന്നുമുണ്ട് അല്ലേ. അവരുടെ കൈകളിൽ മുബാറക് സുരക്ഷിതമാണ് അല്ലേ. നല്ലൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എൻ്റെ ഉപ്പാക്ക് ഉണ്ടായിരുന്നു. ഉപ്പ ഉണ്ടാകുമെന്ന് ഞാനത് അവർ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളിലും ബാപ്പ മുബാറക് ഹാജി സാഹിബ് ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാനും പലയിടത്തും ഞാൻ അന്ന് കോളേജ് ടൈമിലെല്ലാം പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ഒരു നാടൻ പ്രസംഗ ശൈലിയാണെങ്കിലും അദ്ദേഹം ബിസിനസ്സിനും അതേപോലെ പുതിയ വരുന്ന കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ഒരു ത്വര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും അത് ഫാമിലിയിലും മക്കളിനെ പേരമക്കളിനോടൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹം, പഠിപ്പിക്കണം എന്നുള്ള അത് നല്ലൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ തിരുപ്പൂരിൽ ഫാക്ടറി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഈ റോഡിൽ ഫാക്ടറി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മുമ്പ്. അവിടുന്നാണ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറി അവിടുന്നാണ് വരുന്നത്. ഇപ്പോൾ മുമ്പ് നിങ്ങൾ ഒഴിവാക്കി പിന്നെ തിരുപ്പൂരിൽ ഞങ്ങളൊരു ഫാക്ടറി ഇട്ടിരുന്നു. അതും ഞങ്ങൾ ഇപ്പം നോക്കാനോ ഇതാക്കാനോ ആളില്ല, പോകാനോ ആളില്ല. അതുകൊണ്ട് അതും ഒഴിവാക്കി മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പീസ് വർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് സാധനം പ്രൊഡക്ഷൻ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അതായത് മുബാറക്കിന് ഈ ഒരു വസ്ത്രവ്യാപാര രംഗത്തല്ലാതെ മറ്റേതെങ്കിലും പുതിയ, അതായത് ജെൻസി നമ്മുടെ പുതിയ മക്കൾ പുതിയ എന്തെങ്കിലും പ്ലാൻസുമായിട്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്താലാ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലാ എന്നുള്ള പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഒരു പ്രാവശ്യം ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങത് തുടങ്ങി, അത് ഫ്ലോപ്പായി. അത് ഒരു 1 ഇയറിൽ ഞങ്ങത് പൂട്ടി, ക്ലോസ് ചെയ്തു. അതായത് അത് നമ്മൾ ആ ഫീൽഡ് അത് ടച്ച് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു ഫീൽഡായി, പരിചയം അല്ലാത്തത് കൊണ്ട് തന്നെ അത് ബാക്ക് അടിച്ചു. ഇപ്പോൾ ഒരു കൺവെൻഷൻ സെൻ്ററായിട്ട് ഒരു ട്രിബോൺ റിസോർട്ട്സിൻ്റെ ഒരു കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് എടുത്തിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, റിസോർട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അബു സാറിൻ്റെ ബാക്കി സഹോദരങ്ങൾ അല്ലെങ്കിൽ ഫാമിലി, അളയപ്പ മൂത്തപ്പാൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീയിൽ മെമ്പേഴ്സാണോ ഈ മുബാറക് ഗ്രൂപ്പിൽ? ഇപ്പോൾ ബിസിനസ്സിൽ ഞങ്ങൾ അവർ വേറെയാണ്. എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചിട്ടുണ്ട്. ഏട്ടനിയന്മാരുടെ അല്ല, എൻ്റെ ഉപ്പാൻ്റെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ മക്കളും ഞാനും എൻ്റെ മക്കളും ജനറേഷൻ ഒന്നിച്ച് പോകുന്നു. അങ്ങനെ ഉപ്പാൻ്റെ അഞ്ചന്മാരയിൽ അവരെല്ലാം വേറെ സെപ്പറേറ്റ് ഓരോ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇപ്പം ഞങ്ങൾ ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഞങ്ങളെല്ലാം ഒന്നിച്ച് കൂടും. ഉപ്പാൻ്റെ ഫാമിലി, മേനങ്കോട് ഫാമിലി എന്ന് പറഞ്ഞിട്ട്. ഈ ഇടയ്ക്ക് എന്തോ നിങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ എന്തോ നടന്നതായിരുന്നു. അതായത് അപ്പോൾ ഉണ്ടാകുന്ന എല്ലാവരും പല മേഖലകളിലും പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറയാനുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷനിൽ പഴയ കഥകളും പുതിയ കഥകളും ഒരുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആൾ അബു സാർ തന്നെയാണ് അല്ലേ? അല്ല, അതിൽ എൻ്റെ അളയപ്പാൻ്റെ മക്കളുണ്ട്, എൻ്റെ തലമുതിർന്ന ഒരു ആൾ എന്ന് പറയുമ്പോൾ ഉണ്ട്. എൻ്റെ ഒരളയപ്പാൻ്റെ മൂത്ത ആളാണ്, അയാളുണ്ട്. പിന്നെയുള്ള ഞാൻ രണ്ടാമത്തെ ഞാൻ. അതേപോലെ ബിസിനസ്സിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ശക്തമായ തീരുമാനങ്ങൾ? ഇല്ല, അങ്ങനത്തെ ഒരു തീരുമാനം നമ്മളെ ഫാമിലിയിൽ ഇതായിട്ട് വന്നിട്ടില്ല. നമ്മളെ തീരുമാനം എല്ലാം കൂളായിട്ട് സ്റ്റാഫിൻ്റെ ഇടയിലൊക്കെ നമ്മളൊരു അബു സാർ ഒരു ഹീറോ ആണ്. അവരുടെ സാറ് തന്നെ ആരും വിളിക്കില്ല, ഞാൻ വിളിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അബുച്ച അത് മതി, അതാണ് പെർഫെക്റ്റ് അല്ലേ? അബൂച്ച, മുബാറക് അബൂച്ച, അത് തന്നെയാണ് മുബാറക് അബൂച്ചക്ക് വേണ്ടതും, അത് തന്നെയാണ് അഡ്രസ്സും, അത് മാത്രം മതി. പെർഫെക്റ്റ്. അതേപോലെ ഇന്നിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നിങ്ങൾ സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ടുള്ളതാണെന്ന് അറിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ പോലെ അല്ലേ? അതൊക്കെ എത്രമാത്രം നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്? ഇത്രയൊരു നല്ലൊരു സന്തോഷം, അവരെ സന്തോഷം കണ്ട് നമ്മൾ ആസ്വദിക്കുന്നതാണ് അല്ലെ. ഞാൻ വരുന്ന സമയത്ത് കൂട്ടത്തിലിരുന്ന് അബു സാറ് കൈകൊട്ടുകയാണ്, വട്ടപ്പാട്ട് കൂടി പാടുന്നുണ്ട്. അപ്പൊ ഞാൻ അബു സാർ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഇത് ആ കൂട്ടത്തിലിരുന്ന് പാട്ട് പാടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഗ്രൂപ്പിന്റെ ഒക്കെ MD അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. അത് തന്നെയാണ് മുബാറക് ഒരു ഐഡന്റിറ്റി ഇന്നത്തെ ജനറേഷന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നതും ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഒരു കുടുംബം, ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് ഞങ്ങൾ പറയല്ല, ഞങ്ങളൊരു ഫാമിലി, മുബാറക് ഫാമിലി. എല്ലാത്തിനും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നെങ്കിൽ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും, നല്ല സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അവരെ നല്ല നമ്മളെ ആത്മാർത്ഥമായിട്ട് അവരും നല്ലൊരു ഇത്
സ്വന്തം സ്ഥാപനം പോലെ അത് നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്ക് വരുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടാറുണ്ട് ആ ഒരു ഫീൽ. അതുകൊണ്ട് തന്നെ നമ്മളെ തിരിച്ച് ആ ഷോപ്പിലേക്ക് എത്തിക്കാറുമുണ്ട്. ഇത്രയും ആ ഒരു അവരുടെ പെരുമാറ്റം ഏതൊരു സ്ഥാപനത്തിനെയും ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ചവിട്ടി താഴെയിടാനും അവിടുത്തെ അകത്തിരിക്കുന്ന സ്റ്റാഫിന് പറ്റും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണത്. അവരുടെയൊക്കെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇന്നത്തെ മുബാറക്കിൻ്റെ ഈ ഒരു നിലനിൽപ്പും കഷ്ടപ്പാടും. കാസർഗോട്ടെ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതും ഈ ഒരു 75 വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും കാലം ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതേപോലെ തന്നെ കോവിഡിൻ്റെ ആ ഒരു മൊമെൻറ്റ് അതെങ്ങനെ കൈകാര്യം ചെയ്തു സാർ? എല്ലാവരും വീണ് പോയ ഒരു ടൈം കോവിഡ് നല്ലൊരു അടി നമുക്ക് വന്നത്, അതും എൻ്റെ മക്കൾ തരണം ചെയ്തു. ഞാനും മക്കളും കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു മുബാറക് ടീം. എൻ്റെ ഏട്ടൻ്റെ മക്കളെ എൻ്റെ മകൻ്റെ മക്കളാണല്ലോ. അതെ, അത് മക്കളെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായി. എല്ലാവരും നിങ്ങൾ ആ ടീം, അതെ ഞങ്ങളുടെ ടീം, ആ മക്കള് അബു സാർ മക്കളും നെടുന്തൂണ് നെഞ്ചുറപ്പോടെ കോവിഡിനെയും എല്ലാം നേരിട്ടു. അതിനുശേഷം ഉണ്ടായ ഒരു റവല്യൂഷൻ, മാർക്കറ്റിൽ വന്ന പല മാറ്റങ്ങളുണ്ട്. അതിനൊന്നിച്ച് പുതിയ സംരംഭങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുബാറക്കും കൂടെ ഫൈറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതാണ്. Let's welcome Mr. Fairuz Abdullah, Mubarak Silks കാസർഗോഡ്. നിറഞ്ഞ കൈയടിയോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫൈറൂസ് അബ്ദുള്ള, മുബാറക് സിൽക്സ് കാസർഗോഡ്. 1950 കാസർഗോഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. മൂന്നാം തലമുറക്കാരനായ ഫൈറൂസ് മുബാറക് 2007 ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത്. പ്രൊഡക്ഷൻ രംഗത്തും വിവിധ ബ്രാൻഡുകളിലായി വിതരണ മേഖലയിലും സജീവമായി മുന്നേറുന്ന ദി വൺ ആൻഡ് ഓൺലി മുബാറക് സിൽക്സ് കാസർഗോഡ്. ഫൈറൂസ് മുബാറക് അതായത് മുബാറക് അബ്ദുള്ള സാഹിബിൻ്റെ മകനാണ്. അതായത് മുബാറക്കിൻ്റെ തേർഡ് ജനറേഷൻ. അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഫൈറൂസ് ഈ മുബാറക് ബ്രാൻഡും അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിങ്ങും ബാക്കി സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ എങ്ങനെ? ബേസിക്കലി ഞങ്ങൾ തേർഡ് ജനറേഷൻ 4 പേരാണ്. ഞങ്ങൾ 3 ബ്രദേഴ്സും പിന്നെ നമ്മളെ അങ്കിൾ അബുവിൻ്റെ മകൻ അക്രം എന്ന് പറയുന്നത്. അപ്പോൾ 4 പേരാണ് ഇപ്പോൾ ഞങ്ങൾ റൺ ചെയ്യുന്നുള്ളത്. ഞങ്ങൾ ഓൾറെഡി 2 റീറ്റെയിൽ കൗണ്ടേഴ്സ് ഉണ്ട് പറഞ്ഞു കാണുന്നത്. അപ്പോൾ ഒന്ന് കാഞ്ഞങ്ങാട്, ഒന്ന് കാസർഗോഡ്. ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ചാലഞ്ചസ് വെച്ചാൽ നമ്മളിത് 75ാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നുള്ളത്, പ്ലാൻ ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഇത്ര കാലം നമ്മളെ പഴയ തലമുറ ഇതുവരെ കൊണ്ടുപോയി നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഇതേ പേര് ഞങ്ങൾക്ക് ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പുതിയൊരു കച്ചവടം തുടങ്ങി കൊണ്ടുവന്ന പോലെയല്ല. ഈ പഴയ പേര് നിലനിർത്താൻ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ ഇതുവരെ നമുക്കിപ്പോൾ ഒരു 10-15 വർഷമായി ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് പഠിച്ച സ്ഥാനത്താൽ. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് പഴയ സ്റ്റൈലിൽ പോയാൽ കാര്യമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ഓൺലൈനിലേക്ക് പോകുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ഓൺ ബ്രാൻഡായിട്ട് 1-2 പ്രൊഡക്റ്റ് ഞങ്ങളിപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാപ്പി എന്നുള്ളൊരു ബ്രാൻഡ് ഒരു 4 ഇയേഴ്സ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ടവൽസ്, നമാസ് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്. ഓൾ കേരള ഞങ്ങൾ സപ്ലൈ ഉണ്ട്. ഓൾ കേരള ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെ കാസർഗോഡ്, സീതാങ്കുടി, കിൻഫ്രയിലാണ്. അതേപോലെ തന്നെ 1 മോർ ബ്രാൻഡ് ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി 2 ഇയേഴ്സ് ബാക്ക് ലോഞ്ച് ചെയ്തു. അതിനിപ്പോൾ റീബ്രാൻഡ് ലാസ്റ്റ് മന്ത് ചെയ്തു. അതിന് 80s ബ്രാൻഡാണ്. അത് ഞങ്ങൾ കർണാടക ചെയ്യുന്നുണ്ട്. കർണാടക നമ്മൾ റീറ്റെയിൽ കൗണ്ടറിൽ നമുക്കൊരു പരിമിതി ഉണ്ട് എത്ര വരെ പോകാന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഹോൾസെയിൽ ഡിവിഷനിലേക്കും പ്രൊഡക്ഷൻ ഡിവിഷനിലേക്കും ഫോക്കസ് ചെയ്തുള്ളൂ. അതേപോലെ അബു അങ്കിൾ ഇപ്പോൾ പറഞ്ഞു, അതായത് ഞങ്ങൾ കൈമാറുന്ന ഞങ്ങളുടെ പുതിയ ജനറേഷനിലേക്ക് കൈമാറുമ്പോൾ അത്രയ്ക്കും 100% കോൺഫിഡൻസിലാണ്, ആ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ആ ഒരു പേര് അല്ലെങ്കിൽ മുബാറക് എന്ന അഡ്രസ്സ് നിലനിർത്തുക എന്നുള്ളത് അതൊരു വെല്ലുവിളിയല്ലേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ? അതിനെങ്ങനെ നോക്കിക്കാണുന്നുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങൾ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. മൂപ്പർ ഇത് എങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ തന്നെ ഒരു മാക്സിമം ഞങ്ങൾ അതേ സ്റ്റൈലിൽ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ്. നമ്മുടെ ഷോപ്പിൽ ആര് വരുന്നുണ്ട്, റിറ്റെയിൽ ഷോപ്പിൽ ആര് വരുന്നുണ്ട്, അത് നമ്മൾ ഗസ്റ്റ് വരുന്ന പോലെയാണ് നമുക്ക് അറ്റൻഡ്. ഇന്ന് നമ്മളിവിടെ കാസർഗോഡ് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. നമ്മൾ എല്ലാ ബ്രാഞ്ചിലെ സ്റ്റാഫിനും കൂടിയിട്ട് അവരുടെ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അതിലും പറഞ്ഞത് കസ്റ്റമർ സർവീസ് നന്നായി കൊടുക്കുക, നമുക്ക് വരുന്ന കസ്റ്റമറിനെ നന്നായി ട്രീറ്റ് ചെയ്യുക, നമ്മൾ വീട്ടിൽ വരുന്ന പോലെ ട്രീറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ സർവീസിൽ നമ്മൾ ആരും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. റേറ്റിൽ നാളെ ആരും കോമ്പീറ്റ് ചെയ്യുക, ക്വാളിറ്റിയിൽ കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കിട്ടുന്ന സർവീസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അത്
മത്സരിക്കാൻ ആരെ കൊണ്ട് പറ്റൂല. അപ്പോൾ അതാണ് ഞങ്ങൾ മോളിപ്പോഴും ആരെങ്കിലും കയറി വരുമ്പോൾ ചിരിച്ച് സ്വീകരിക്കുക, തിരിച്ചു പോകുമ്പോൾ കൈ കൊടുത്ത് ഇവരെ അന്വേഷിച്ച് തിരിച്ച് പുറത്തേക്ക് വിടുക. അതാണ് ഞങ്ങൾ പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. പെർഫെക്റ്റ്. അപ്പോൾ പുതിയ ഒരു നെക്സ്റ്റ് ഇപ്പോൾ 4th ആയി വരുന്നുണ്ട് അല്ലേ, 4th ജനറേഷനിലേക്ക് മാറി വരുന്നുണ്ടോ പുതിയ ടീംസ്, അല്ലെങ്കിൽ പുതിയ നിങ്ങളെ പേരമക്കൾ കുട്ടികളൊക്കെ പുതിയ ഐഡിയാസ്, വാപ്പ അല്ലെങ്കിൽ വല്ലുപ്പ മുത്താപ്പ ഇങ്ങനെയുണ്ട്, നമുക്ക് ഇത് ചെയ്താലോ അത് ചെയ്താലോ, കുട്ടികൾക്കും ആ ഒരു ഫാൻറ്റസിയിലേക്ക് അതുണ്ട്. അത് നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഷോപ്പിൽ കയറി വന്ന ആളാണ്. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഉണ്ടാകുമ്പോൾ തന്നെ ഷോപ്പിൽ വന്ന് ഇങ്ങനെ പഠിച്ച് +2 എത്തിയ ശേഷം ഞങ്ങളെല്ലാവരും ഇൻവോൾവ്മെൻ്റ് ആയി. അതായത് ഞങ്ങളുടെ പാരൻസ് ചെയ്തൊരു അനുഗ്രഹം വെച്ചാൽ എല്ലാവരും നല്ല പഠിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളിൽ ഇപ്പോൾ 3 മാസ്റ്റർ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, MBA ചെയ്ത ആളുണ്ട്, പിന്നെ ഡിഗ്രി ചെയ്ത ആളുണ്ട്, ഫാഷൻ ഡിസൈൻ എല്ലാം ചെയ്തിട്ട് വീണ്ടും ബിസിനസ്സിലേക്ക് വന്നാലാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് പഠിത്തത്തോടു കൂടി ബിസിനസ് പഠിച്ചു വന്നുകൊണ്ട് അതൊരു ബ്ലഡിലുള്ളത്. അപ്പോൾ അതേപോലെ ഇപ്പോഴത്തെ ജനറേഷനും ഞങ്ങൾ മാക്സിമം സീസൺ സമയത്ത് സ്കൂൾ ലീവ് സമയത്തൊക്കെ ഷോപ്പിലേക്ക് വന്നിട്ട് അവരോട് കുറച്ചും കൂടി ഇൻവോൾവ് ആക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആവുന്ന നേടിയെടുക്കാൻ പ്ലാറ്റ്ഫോമിൽ തന്നെ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പറയാം പുതിയൊരു ടീമിന് എങ്ങനെയാണ് നമ്മൾ ഇത് കൊണ്ടുപോയത്, എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ സൂപ്പർ ഫൈറൂസ്, കൂടുതലായിട്ട് എന്താണ് പുതിയ ജെൻസി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്? നമ്മൾ മെസ്സേജ് കൊടുക്കുകയെന്ന് വെച്ചാൽ അത്ര ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് പറയാം ഇനി മുന്നോട്ടേക്ക് നമുക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്തിക്കലായിരിക്കണം. 100% നമ്മൾ അൺഎത്തിക്കലായിട്ട് ഒരു ഷോർട്ട് ടേമിലേക്ക് ചിന്തിച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലൈഫില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് 2 വർഷമോ 5 വർഷമോ 10 വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഡെവലപ്പ് ആവും, അതിൽ നമുക്ക് ആൾ വരും, അതിൽ നമുക്ക് ബിസിനസ് വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതല്ലാതെ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാം, അല്ലാതെ പെട്ടെന്ന് ഇത് പോകുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ ശാശ്വതമല്ല. നമ്മൾ അനുഭവത്തിലൂടെ തന്നെ നമുക്കത് പറയാൻ പറ്റും. പിന്നെ സത്യസന്ധമായിട്ട് നന്നായിട്ട് കസ്റ്റമർ ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ പ്രത്യേകത വെച്ചാൽ ഒരു സാധനം കസ്റ്റമർ കൊണ്ടുപോകുന്ന സമയത്ത് ബില്ലാക്കുന്ന സമയത്ത് ഒരു ഡാമേജ് കണ്ടാൽ നമ്മളപ്പം തന്നെ കസ്റ്റമറോട് പറയും, സോറി ഇതൊരു ചെറിയ ഡാമേജ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് തരാം, അല്ലെങ്കിൽ വേറെ പീസ് എടുക്കാം. അതിന് അടിയിൽ വെച്ച് കൊടുക്കില്ല. ആ ഒരു പോളിസി അങ്ങനത്തെ ഒരു മോഡലില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് തിരിച്ചു വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ മാറ്റി തിരിച്ചു കൊടുക്കും, പുതിയ സാധനം കൊടുക്കും. വാപ്പ അതായത് ഞങ്ങൾ തലമുറയായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പഠിപ്പിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾ അത് ആ ഒരു ട്രാക്കിൽ കൂടെ പോകുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളൊരു ട്രാക്ക് എന്ന് പറയുന്നത്. നമ്മളെ കസ്റ്റമറും അത് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാപ്പ അതായത് മുബാറക് അബ്ദുള്ള സാഹിബിന്റെ ഓർമ്മകൾ അത് എങ്ങനെയുണ്ട് ഓർത്തെടുക്കാൻ പറ്റുമോ അന്നത്തെ ആ ഒരു? അത് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് പഠിച്ചത്. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലെ നമ്മളോട് കച്ചവടത്തിനെ കുറിച്ചിട്ടും പഠിത്തത്തിനെ കുറിച്ചിട്ടും ജീവിതത്തിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ പറയും. അപ്പോൾ ആ രീതിയിൽ അപ്പം മരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു പുതിയൊരു ഷോപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ ഉഷാറാക്കിയിട്ട് എടുക്കണമെന്നുള്ള അപ്പം തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായി എന്ന് തന്നെ പറയാം. പിന്നെ കസ്റ്റമർ സർവീസും സ്റ്റാഫിന് കൊടുക്കേണ്ട സർവീസൊക്കെ നമ്മൾ അതിൽ നിന്നാണ് പഠിച്ചത്. നമ്മളെ സ്റ്റാഫും നമ്മുടെ കുടുംബവും എല്ലാം ഒന്നെന്നുള്ള രീതിയിലേക്ക് അവിടെ നിന്നാണ് പഠിച്ചിട്ട് നമ്മൾ വന്നത്. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ചെറുപ്പാൻ്റെ അല്ലെങ്കിൽ അബുസാർ നിങ്ങളെ ചേർത്ത് പിടിച്ചു സാന്നിധ്യം ഞങ്ങളൊക്കെ പഠിക്കുന്നുള്ളതാണ് സമയത്ത്. ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് 2-3 സ്ഥാപനം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥാപനം കൊണ്ടുപോലും നമ്മളെല്ലാവരും പഠിത്തവും അത് എല്ലാത്തിനും പഠിക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റും ആപ്പാവും ഉപ്പാപ്പാവും 2 പേരും കൂടിയിട്ട് പിന്നെ ഉമ്മാവും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നിങ്ങളത് നോക്കണ്ട, പഠിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാ മക്കളും ഞങ്ങൾ ജനറേഷൻ എല്ലാവരും പഠിച്ച് അല്ലാതെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇപ്പം മനസ്സിലാണ്. ആ പഠിച്ചതിൻ്റെ ബെനിഫിറ്റ് ഇപ്പം നമ്മൾ പുറത്ത് ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് പോയി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അല്ലാതെ നമ്മൾ കാസർഗോഡ് ഓൾറെഡി നമുക്ക് ബ്രാൻഡ് ഉണ്ട്, പേരുണ്ട്, എല്ലാം ഉണ്ട്. പുറത്ത് പോയിട്ട് നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ആവശ്യം, ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ടോട്ടലി ഈ ഒരു മുബാറക് ബ്രാൻഡിന് പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? നിലവിൽ നമ്മൾക്ക് കാസർഗോട്ടുകാർക്ക് മുബാറക്കിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? തീർച്ചയായിട്ടും അത് ചെയ്തില്ലെങ്കിൽ നമുക്കിതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഒന്ന് ഏതായാലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള വീട്ടിലിരുന്നിട്ട് ഇ-കോമേഴ്സ് വീട്ടിലിരുന്നിട്ട് മുബാറക്കിൻ്റെ സാധനം അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് എടുക്കാം. നാളെ അതിൽ ബോക്സിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വരില്ല. എന്തായാലും വന്നാലും നിങ്ങൾക്ക് തിരിച്ച് മുബാറക്കിൽ വന്നിട്ട് അത് തന്നെയാണ് പോയിന്റ്. മുബാറക്കിന്റെ ഒരു ബോക്സ് വരികയാണെങ്കിൽ കാസർഗോഡ് എല്ലാവർക്കും അറിയാം, അതിൽ മറ്റൊന്നും ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ട്രേഡ് മാർക്ക് നമ്മൾ ഓൺലൈനിൽ കൂടി നമ്മൾ ഒന്ന് കസ്റ്റമറിനൊന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പ്ലാൻ ചെയ്തോണ്ടുള്ളൂ. പിന്നെ ഈ വർഷം നമ്മൾ ഇങ്ങനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല പുറത്ത്, പെരുമ്പോട് അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ 75ാം വാർഷികം ഈ 1 ഇയർ നമ്മൾ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ നീണ്ടു നിന്ന ഒരു ആഘോഷം പോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രോഗ്രാംസ് ജനങ്ങൾക്ക് അത്രമാത്രം
അത് ജനങ്ങളെ നമ്മൾ ഇത്ര സപ്പോർട്ട് ചെയ്തിട്ട് 75 വർഷം പിടിച്ചിക്കാൻ പറ്റിയത് ജനങ്ങളെ തൊട്ടിട്ടാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും തീർച്ചയായിട്ടും ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും കൊടുക്കണമെന്നുള്ളതും നമ്മൾ 75 വർഷം നിങ്ങളെ തൊട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളതും അവർക്കൊരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. അപ്പോൾ അതായത് മുബാറക്കിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വസ്ത്രോത്സവത്തിന് കാസർഗോഡുകാർ റെഡി ആവാന്നുള്ളതാണ്. തീർച്ചയായും എന്തെങ്കിലും ഒരു ഓരോ മാസവും പരിപാടിയൊക്കെ മുബാറക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് 100% ഉറപ്പിക്കുകയും ചെയ്യാം കിട്ടും എന്നുള്ളത്. ഓക്കെ, പെർഫെക്റ്റ് ഫൈറോസ്. ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് ഓക്കെ, ഓൾറൈറ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, മുഹമ്മദ് ഫോം. ഹായ്. അതായത് മുബാറക് അബ്ദുള്ള സാഹിബിന്റെ മകൻ. ഇപ്പോൾ 3rd ജനറേഷനിലാണ് നിങ്ങൾ വരുന്നത്. എന്താണ് ഈ ഒരു 3rd ജനറേഷനിലെ മുബാറക്കിൻ്റെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ബിസിനസ്സിലേക്ക് എൻ്റർ ആകുന്ന സമയത്തും കാര്യങ്ങളൊക്കെ? മെയിനായിട്ട് എന്ത് പ്രോബ്ലംസ് ബിസിനസ് ആകുമ്പോൾ മെയിൻ പ്രോബ്ലംസ് ആണ്, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ മുമ്പിൽ നിന്നുകൊണ്ട് ഒളിച്ചോടാതെ അതിനെ എങ്ങനെ ഫേസ്, അത് തന്നെയാണ് ഒരു ബിസിനസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈവൻ ബിസിനസ് ആയാലും ലൈഫ് ആയാലും ഒക്കെ സക്സസ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്, ഒളിച്ചോടാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഒരു വാതിൽ അടിയാണെങ്കിൽ 2 വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ഉറപ്പാണ്. അതിൽ നമ്മൾ ആ പ്രതീക്ഷയോടുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് അനുഭവിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. പെർഫെക്റ്റ്. അതായത് മുബാറക്കിൻ്റെ വാപ്പാൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് മനസ്സിലുള്ള ചില ഓർമ്മകൾ അങ്ങനെ ഓർത്തെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ ബേസിക് തിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് വാപ്പൊക്കെ കാണിച്ച മാതൃക. ആളുകൾക്ക് വേണ്ടിയിട്ട് മീൻസ് ആദ്യം നമ്മുടെ കുടുംബം ആ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഒരു സേവനം തന്നെ, ഒരു അങ്ങനെ ഒരു സൊസൈറ്റിക്ക് നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ പോയിട്ട് പോയി. അതായത് വാപ്പാൻ്റെ ആ ഒരു അകാലമായ വിയോഗത്തിൻ്റെ ആ ഒരു സമയത്ത് നിങ്ങളെ ഇളയപ്പാണ് ചിറക് മുളക്കാത്ത നിങ്ങളെ മക്കളെയും കൊണ്ടുവന്നതും ഇന്ന് ഈ ബിസിനസ്സിൽ ഒക്കെയും കാണിച്ചു തന്ന വാപ്പാക്ക് ശേഷം ഒരു പക്ഷേ ഇളയപ്പയിലൂടെ ആയിരിക്കാം നിങ്ങൾ ലോകം കണ്ടത്. അതെങ്ങനെ നോക്കിക്കാണുന്നു ഇളയപ്പായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങൾ? അതെ, ആരും പിണക്കാതെ എല്ലാവരും നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും. കൂൾ. മുബാറക് അബു ഈസ് ഈക്വൽ ടു കൂൾ എന്ന് പറയാൻ പറ്റുമോ? പെർഫെക്റ്റ്. അതെ. ഓക്കെ. അപ്പോൾ അതായത് നമ്മുടെ പുതിയൊരു ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. അതായത് ബിസിനസ്സിൽ ചെയ്യുമ്പോൾ ആദ്യം നീഡ് എന്ന് നോക്കണം സൊസൈറ്റീൻ്റെ. മീൻസ് ഒരു ബിസിനസ് അവർക്ക് എന്താണ് വേണ്ടത്, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എവിടെ നിന്നും കിട്ടിയ ഒരു ഐഡിയ കൊടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കുറേ ടൈം. അതായത് അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഒരു STD ബൂത്ത് തുടങ്ങുന്ന പോലെ അല്ലേ? അത് പറ്റില്ല അതല്ലേ? അതായത് ഈ ഇന്നത്തെ ട്രെൻഡ് എന്താണ്? യെസ്. അപ്പോൾ അത് തന്നെയാണ് ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ മുബാറക്ക് ഇപ്പോൾ മുബാറക്കിൻ്റെ 75ാം വാർഷികവുമായി അനുബന്ധപ്പെട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം തന്നെ കാസർഗോട്ടെ ഫാഷൻ മേഖലയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു ധ്വനി കേട്ടു. എങ്ങനെ നോക്കി കാണുന്നു അതിനെ? അത് ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് മെസ്സേജസ് ന്യൂ ജനറേഷൻ. ഇപ്പം ഞാൻ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലുള്ള എല്ലാവരെയും അവയർനെസ് കൊടുക്കാം. ഈ ബിസിനസ് നല്ലൊരു ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ബേസിക് തിങ്സ്, കുറേ ഐഡിയാസ് പ്ലാൻസ് ഉണ്ട് മനസ്സിൽ. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസവും അതിൻ്റെതായ കാര്യം. എന്നാലും ഒരുപാട് പല സംഭവങ്ങളും മുബാറക് ഇവിടെ തുറക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു മെസ്സേജും കൂടിയാണ് അല്ലേ? ഓക്കെ. എന്നാൽ ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് നമ്മളോട് കൂടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഓൾ ദ വെരി ബെസ്റ്റ്, എല്ലാവിധ സക്സസ്സും മുബാറക് ഗ്രൂപ്പിന് ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മുടെ പുതിയൊരു ജനറേഷന് കൊടുക്കാനുള്ള അബു സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് സാർ? ഇപ്പോൾ കച്ചവടം എന്ന് വെച്ചാൽ ബിസിനസ് ഇതിൽ ഫാക്ടറി പ്രൊഡക്ഷൻ എന്തായാലും അതിന് നമ്മൾ പിടിച്ച് നിൽക്കണം. ആ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ മുൻപന്തിയിൽ നമ്മൾ വേണം. ചില ആൾക്കാരെന്ന് വെച്ചാൽ അത് തുടങ്ങി വെച്ച് ഒരു വർഷം കാലം നടക്കും, പിന്നെ ആരെങ്കിലും സ്റ്റാഫിനെ ഏൽപ്പിക്കും. അതൊന്നും അങ്ങനെയല്ല വേണ്ടത്. ഞാൻ വെച്ചാൽ നമ്മൾ അതിൻ്റെ മുൻപന്തിൽ തന്നെ പോകണം. അത് ഏടത്തോളം ഈ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പാക്കാൻ പറ്റുന്നുണ്ട്, മാർക്കറ്റിൽ എത്ര കയറുന്നുണ്ട്, അതുവരെ 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 ഇത്ര പോകുന്നുണ്ട്. ക്ഷമ വേണം. അതിൽ തന്നെ ആ ഹാർഡ് വർക്ക് ചെയ്യണം.
അതായത് നമ്മളൊരു ഫൗണ്ടറായി നിൽക്കുമ്പോൾ നമ്മളായിരിക്കണം നമ്മുടെ ടീമിൻ്റെ ഒരു ധൈര്യം, നമ്മൾ മുമ്പിലുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം, അതാണ് അബു സാറിന് ഇന്ന് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും പെർഫെക്റ്റ് മെസ്സേജും കൂടിയാണ് സാർ. എന്നാലും എനിവേ താങ്ക് യു സർ, നിങ്ങളെ ഈ ഇത്രയും ബിസി ആയിട്ടുള്ള ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ നമ്മളോട് ചേർന്നതിന്, അതായത് നമ്മളെ ജനറേഷന് മുബാറക്കിനൊന്ന് പരിചയപ്പെടുത്തിയതിന് വളരെയധികം നന്ദി.